ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു ദിസ് തിങ്, സോ വൈ നോട്ട് ടുഡേ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് സീ ഹൗ ദ ഡേ ഗോസ്. സോ യാ, സോ നമുക്ക് ആദ്യം പല്ല് തേക്കാം. എനിക്ക് ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു, സോ സൗണ്ട് ഒട്ടും ശരിയല്ല. ഇപ്പോൾ ബെറ്ററാണ്, യെസ്റ്റർഡേ ഒന്നും ഒട്ടും ബെറ്റർ ആയിരുന്നില്ല. സോ നമുക്ക് പല്ല് തേക്കാം. സോ നമുക്ക് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഗെറ്റ് റെഡി. നമുക്ക് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകാം. ഈ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ക്ലിയർ ആകും അല്ലേ? നല്ല എനിക്കിഷ്ടമാണ് ഒരു ഗ്ലോ. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ദോശ കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഫുഡ് കഴിച്ചു, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. നല്ല ഫുഡായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ നല്ല ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവുകയാണ്. ഹലോ ഗൈസ്, ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് തൊണ്ടവേദന, ത്രോട്ട് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കൊന്ന് 3-4 ദിവസമായി, ഇതുവരെ മാറിയിട്ടില്ല. സോ ലെറ്റ്സ് ഗോ ടു ഹോസ്പിറ്റൽ. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ഡോക്ടറെ വീട്ടിലെത്തിയത്. ഹോസ്പിറ്റലല്ല, ആക്ച്വലി വീടായിരുന്നു. എനിവേ ഡോക്ടറെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ഡോക്ടർ നമുക്ക് മെഡിസിൻസ് ഒക്കെ തന്നു. പിന്നെ ഗൈസ്, നമ്മളിതാ 2 ആഴ്ച കഴിയുമ്പോൾ UK പോവാണ്. സോ അതിൻ്റെ ഒരു പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാക്കിങ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറേ പാത്രങ്ങളും അതും ഇതും ഡ്രസ്സും എല്ലാം ഒന്നും വെച്ചിട്ടില്ല, കാരണം നമുക്ക് ഇനി ടൈമുണ്ട്. സോ അത്യാവശ്യം വേണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തൊക്കെ വെക്കണം എന്നറിയാവുന്ന സാധനങ്ങളൊക്കെ വെച്ചു. ഇനിയും ഉണ്ട്, കുറേ ലിസ്റ്റിൽ ഇനിയും ഉണ്ട്. അതെൻ്റെ ഫ്രണ്ട് ഗുരുവായൂരുന്ന് മേടിച്ച കൃഷ്ണനെ വെച്ചു. 2 സെൻറ്റഡ് ക്യാൻഡിൽസ് ഒക്കെ വെച്ചു. അങ്ങനെ ഇനിയും ഞാൻ വേറെ കുറേ സാധനങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്, ചപ്പല് അത് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ രാത്രിയായി. ഇനി നമുക്ക് കുറച്ച് സോയാബീൻ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് അതിൽ സോയാബീനൊക്കെ ഇട്ട്, ഞാൻ ഫുൾ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ഇറ്റ്സ് അവൈലബിൾ എവരിവേ. അത് റോസ്റ്റ് ചെയ്തെടുത്തു ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. നല്ല ടേസ്റ്റി ആയിരുന്നു. So guys, it's bedtime and it's time to write my planner/diary, whatever you call. ഇത് നമ്മുടെ ഫാക്ടർ നോട്ട്സിൻ്റെ പ്ലാനറാണ്. 2025. ഐ ഓൾവേസ് വാണ്ട് ടു ബൈ എ പ്ലാനർ. ലൈക്ക് ഒരു 2 years ഞാൻ വിചാരിക്കുന്നതാണ്, പക്ഷേ ഈ വർഷമാണ് ഫൈനലി ഐ തോട്ട് ദിസ് ഇയർ. കാരണം ഈ ഒരു ഇയർ ഒരു സ്പെഷ്യൽ ഇയർ ആയിരുന്നല്ലോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പോയി കുളിച്ചായിരുന്നു കേട്ടോ, പറയാൻ മറന്നുപോയി. യാ, ബേസിക്കലി ഇതൊക്കെയാണ് ചെയ്തത്. കുളിച്ചു, തല കുളിച്ചിട്ടില്ല, മേല് കഴുകി. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.